കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണല്ലേ? ബ്ലാക്ക് ബെൽറ്റ് ഡിസംബറിലാവും. എൻ്റെ ഡ്രീം എന്ന് പറയുമ്പം IT ഒന്നുകിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്സ് എടുത്തിട്ട് എഞ്ചിനീയറിങ്ങിന് ചേരാനാണ്. മാത്സ് എനിക്ക് ഏറ്റവും അറിയാവുന്ന സബ്ജക്റ്റാണ്, പക്ഷെ എന്നാലും അതിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ഒരു ചെറിയ ഇതുള്ളൂ. എന്നാലും ഫിസിക്സ് ഒക്കെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് കൊണ്ട് തന്നെ ബയോളജിയും കെമിസ്ട്രി നല്ലോണം പഠിക്കാൻ പറ്റുന്നുണ്ട്. അമ്മയ്ക്ക് സന്തോഷമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങോട്ടായിട്ട് നോക്കേണ്ട കാര്യമില്ല. പിന്നെ എല്ലാത്തിനും അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ഈ രാവിലെ എണീറ്റിട്ട് ക്ലാസ് കേൾക്കാം, എപ്പോഴാണെങ്കിലും ക്ലാസ് കേൾക്കാം, റെക്കോർഡഡ് ആയതുകൊണ്ട് ബ്രില്യൻറ്റ് നല്ലോണം സഹായിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവാണ്. ബാക്കിയുള്ള വർക്കിംഗ് ഡേയിൽ തന്നെ നമുക്ക് രാവിലെയും വൈകിട്ടുമായിട്ട് ക്ലാസ്സുകളെല്ലാം കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ട്. തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് വന്നതിന് ശേഷം സ്കൂളിലെ സബ്ജക്റ്റുകൾ അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് നടന്നു പോകും. കാരണം വീട്ടിൽ വന്നിട്ട് പിന്നെ സ്കൂളിലെ സബ്ജക്റ്റുകൾ അങ്ങനെ പഠിക്കേണ്ടതായിട്ട് വരുന്നതേ ഇല്ല. ഇതിൻ്റെ മൂത്ത മോൻ ചോദിക്കുമായിരുന്ന പല സംശയങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇവനെ സംബന്ധിച്ച് ഇവനെ അങ്ങനെ ഒരു സംശയമില്ല. കാരണം സംശയങ്ങളെല്ലാം ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സിൽ കൂടെ അങ്ങ് ഓവർകം ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ ആ ബ്രില്യൻറ്റ് കഴിഞ്ഞിട്ട് അവിടെ ക്ലാസ് കേൾക്കുമ്പം അവൻ അവിടെ ചോദിക്കാൻ പറ്റുന്ന സംശയങ്ങളെല്ലാം ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതുകൊണ്ടായിരിക്കാം. ഹായ് ഓൾ. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു കൊച്ചു മിടുക്കനാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ ആദിനാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ആദിനും അതിൻ്റെ അമ്മയും ഉണ്ട്. അപ്പം ആദ്യം നമ്മുടെ ഫൗണ്ടേഷൻ ഓൺലൈൻ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഇവരിപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഇന്ന് ഓഫ്ലൈൻ ആയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഓഫ്ലൈൻ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഇപ്പം ഇവിടെ വന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കൊച്ചു മിടുക്കൻ തന്നെയാണ് ആദ്യം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, കാരണം അത് പറഞ്ഞാൽ ശരിയാവുമല്ലോ. അപ്പം ഇവരോട് തന്നെ നമുക്കത് കാര്യങ്ങൾ ചോദിച്ചറിയണം. ആദിനോടും ആദിൻ്റെ അമ്മയോടും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് വന്നത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ആദിനോട് തന്നെ ചോദിക്കാം. ആദിനിപ്പം എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പം മോനെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമൊക്കെ? എക്സാം ഈസി ആയിരുന്നു. ഈ ബ്രില്യൻറ്റ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുമുണ്ട്. സ്കൂളിലൊക്കെ എനിക്കിപ്പോൾ ടോപ്പ് ആവാൻ ബ്രില്യൻറ്റ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതല്ലേ. എക്സാം ഇന്ന് ഏതായിരുന്നു? ഇന്നിപ്പം മോഡലായിരുന്നു. ഫിസിക്സ് ഉണ്ടായിരുന്നു, കെമിസ്ട്രി ഉണ്ടായിരുന്നു, ബയോളജി ഉണ്ടായിരുന്നു, മാത്സ് ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു അല്ലേ? എളുപ്പമായിരുന്നു. ഓക്കെ. അപ്പം എങ്ങനെ ഓൺലൈനായിട്ടല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഓൺലൈനായിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓഫ്ലൈനിൽ ഒന്ന് എഴുതുമ്പോൾ ഇച്ചിരി എക്സ്പീരിയൻസ് കൂടുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഓഫ്ലൈനിൽ വന്ന് എഴുതും. അതല്ലേ. അപ്പം ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിലും കുറച്ചുകൂടെ എളുപ്പമാണ്. ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് പോകുമ്പം നല്ലതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ വന്നിട്ട്, നമ്മുടെ ബ്രില്യൻറ്റിലൊക്കെ വന്നിട്ട്? കൊള്ളാം. എന്ത് തോന്നുന്നു? ഫ്രണ്ട്സിനെ കണ്ടോ? ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ? ഒരാളെ കിട്ടി. അതുപോലെ തന്നെ അതിൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവാണ്. ഇപ്പം ക്ലാസ്സുകളൊക്കെ തന്നെ ആയാലും സാറ്റർഡേ സൺഡേ ക്ലാസ് വന്നാൽ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്ക് അഥവാ ഒരു ക്ലാസ് മിസ്സാവുന്നു, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഫുള്ള് ഇപ്പം മോനെ സംബന്ധിച്ച് ഫുൾ ടൈം ഇരുന്നത് കാണാനായിട്ട് മിക്കപ്പോഴും സാധിക്കാറില്ല. സെക്കൻഡ് സാറ്റർഡേ ഉൾപ്പെടെ എനിക്ക് വർക്കിംഗ് ഡേ ആയിരിക്കും. സൺഡേയിലാണെങ്കിലും കരാട്ട ക്ലാസ്സാണ്, പല ക്ലാസ്സുകളുള്ളപ്പോൾ പിന്നെ അതും നടക്കത്തില്ല. പക്ഷേ എന്നാലും ബാക്കിയുള്ള വർക്കിംഗ് ഡേയിൽ തന്നെ നമുക്ക് രാവിലെയും വൈകിട്ടുമായിട്ട് ക്ലാസ്സുകളെല്ലാം കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ട്. തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് വന്നതിന് ശേഷം സ്കൂളിലെ സബ്ജക്റ്റുകൾ അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് നടന്നു പോകും. കാരണം വീട്ടിൽ വന്നിട്ട് പിന്നെ സ്കൂളിലെ സബ്ജക്റ്റുകൾ അങ്ങനെ പഠിക്കേണ്ടതായിട്ട് വരുന്നതേ ഇല്ല. മലയാളമോ ഹിന്ദിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാറുമാർ കൊടുക്കുന്ന പോലെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്താൽ മതി. തന്നെയല്ല, എനിക്ക് തോന്നുന്നു വെച്ചാൽ NCERTയുടെ പോർഷൻ്റെ ഒരു സൈഡ് മാത്രമാണ് പലപ്പോഴും സയൻസിൻ്റെയൊക്കെ ഒരു സൈഡ് മാത്രമാണ് പുസ്തകത്തിൽ പറയുന്നത്. അപ്പം ഇതിൻ്റെ മൂത്ത മോൻ ചോദിക്കുമായിരുന്ന പല സംശയങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇവനെ സംബന്ധിച്ച് ഇവനെ അങ്ങനെ ഒരു സംശയമില്ല. കാരണം സംശയങ്ങളെല്ലാം ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സിൽ കൂടെ അങ്ങ് ഓവർകം ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ ആ ബ്രില്യൻറ്റ് കഴിഞ്ഞിട്ട് അവിടെ ക്ലാസ് കേൾക്കുമ്പം അവൻ അവിടെ ചോദിക്കാൻ പറ്റുന്ന സംശയങ്ങളെല്ലാം ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സിൽ. മറ്റേ മോൻ്റെ സമയത്ത് വെച്ചാൽ അവൻ ചോദിക്കുന്ന പല സംശയങ്ങളും ഞാൻ പിന്നെ നെറ്റൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട്, കാരണം ആ ടെക്സ്റ്റിനകത്തില്ല. ടെക്സ്റ്റിന് പുറത്തുനിന്ന് അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പിള്ളേർക്ക് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അത് എനിക്ക് ഭയങ്കര വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ചാപ്റ്ററുകളൊക്കെ തന്നെയാണല്ലോ. ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രില്യൻറ്റ് പഠിക്കുമ്പം വളരെ ഒരു ക്യാപ്സൂൾ രൂപത്തിൽ വളരെ കുറച്ച് ഭാഗമാണ് സ്കൂളിലേക്ക് വരുന്നത്. പിന്നെ ഇപ്പം സെൻറ്റൻസായിട്ട് എഴുതുമ്പോൾ അന്ന് പ്രശ്നമില്ല, എല്ലാം എഴുതുന്നുണ്ട്. പക്ഷേ അപ്പം ഞാൻ വിചാരിക്കും ആ ഇച്ചിരി എങ്ങാണ് സ്കൂളിലേക്ക് ഒരു ഇച്ചിരി മാർക്കിലെങ്ങാണ് അഥവാ ഒരു വ്യത്യാസം വന്നാൽ പോലും അതിലും കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പം പരീക്ഷയുടെ ഒരു ലെവലിൽ നിന്ന്, പക്ഷേ പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞ ടൈമിലൊക്കെ നല്ല മാർക്കുണ്ട്.
പൊതുവേ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇത് വിട്ടതിന് ശേഷം. ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈനിൽ എടുത്തെങ്കിലും ഓഫ്ലൈനിൽ കൊണ്ടുവന്ന് എക്സാം എഴുതിക്കുന്നതിനകത്ത് ഒന്നവന് കാഴ്ചയുടെ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഓഫ്ലൈനിൽ എഴുതുമ്പോഴത്തേക്കിന് ഏതാണ്ട് 10-15 ക്വസ്റ്റ്യനോളം എഴുതാൻ പറ്റിയില്ല, ടൈം തികഞ്ഞില്ല. പക്ഷെ ഇപ്പം ടൈം അത്യാവശ്യം തികണ്ട, അഥവാ 1-2 ക്വസ്റ്റ്യനിലേക്കൊക്കെ എത്തി, അല്ലെങ്കിൽ തന്നെ മിക്കവാറും എങ്ങനെയൊക്കെ ഓടിച്ചിട്ട് മൊത്തം തീർക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ആകുമ്പോഴെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം തെറ്റി മാർക്ക് ചെയ്താൽ ഉടനെ തന്നെ നമുക്കത് രണ്ടാമതൊന്ന് മാറ്റി കുത്താനുള്ളൊരവസ്ഥ ഉണ്ട്. ഇതിനെന്ന് പറഞ്ഞാൽ അങ്ങനെ ബബിൾ ചെയ്യുകയായതുകൊണ്ട് നമ്മൾ ആ ഒറ്റ ചാൻസിൽ തന്നെ, കാരണം അത്രയും നമ്മൾ ഷുവറാക്കിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻ്റ് ആകും. കുറച്ച് എക്സാം എഴുതുമ്പം തന്നെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിരിക്കും. അങ്ങനെ കൊച്ചു കുട്ടിയുണ്ട്, അവനൊരു പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയൊരു അറിവ് കാണത്തില്ല. ശരിക്കും നല്ലോണം മനസ്സിലാവുന്നുണ്ട്, കാരണം അവനത് വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ചേട്ടൻ ആദിത്യൻ ഇവിടെ നമ്മുടെ ചാവറ റെസിഡൻഷ്യൽ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ് അല്ല. അപ്പം ചേട്ടനും ബ്രില്ലിനിൽ തന്നെയാണ്, ഇപ്പം അനിയനും അതേ ആ ഒരു പാത പിന്തുടർന്ന് വരാൻ വേണ്ടിയാണല്ലേ? അവനെ വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിയുന്നത് തന്നെ. അവന് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വളരെ വലിയൊരു ലോസാണ് അവനെ ഇതിനകത്ത് വിടാഞ്ഞത്. പക്ഷെ നമുക്കിനിയിപ്പം പഴയതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന് ശരിക്കും പറഞ്ഞാൽ അവനിപ്പോൾ ഇന്നലെ കൂടെ എന്നെ വിളിച്ചവൻ പറയുന്നുണ്ട്, മറ്റു കുട്ടികൾക്ക് പലർക്കും ഈ ആദ്യം ഫസ്റ്റ് ചാൻസ് വന്നിട്ട് നല്ലോണം പഠിക്കുന്ന കുട്ടികൾ കാണുമായിരിക്കാം, പക്ഷേ ബഹുഭൂരിഭാഗം പിള്ളേരും ഏറ്റവും മുൻപിൽ നിൽക്കുന്ന കുട്ടികളെല്ലാം 6-ലോ 7-ലോ 8-ലോ ഒക്കെ തന്നെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഈ +2 വരെയുള്ള പോർഷൻസ് ഏകദേശം നേരത്തെ തന്നെ പഠിച്ചിട്ട് വന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ കൂടെ ഈ വലിയ മോനൊക്കെ അത്യാവശ്യം മിടുക്കരായിട്ടും കൂടെ അവർക്ക് ഒട്ടും പറ്റുന്നില്ല. അവനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനേക്കാളും അവൻ്റെ അത്രയും ഒരു ടാലൻറ്റഡ് അല്ലായിരുന്നു ഇവനെ. പക്ഷേ ഇപ്പം ഈ ഒരു 2-3 മാസത്തെ ക്ലാസ് കൊണ്ട് തന്നെ അവനേക്കാളൊക്കെ വളരെ മുൻപിലായി ഇവന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ തന്നെ ഇല്ല. സ്കൂളിൽ തന്നെ കണക്കൊക്കെ ആണെങ്കിലും എല്ലാ വിഷയവും അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റും പഠിക്കാനെടുക്കുമ്പോൾ തന്നെ ഈ മുന്നേ ക്ലാസ്സുകളും വരുന്നതുകൊണ്ട്, ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് മുന്നേ പോകുന്നതുകൊണ്ട് തന്നെ അതും ഒരു എഫക്റ്റീവാണ്. ഓക്കെ, മാഡം ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ BSNL JT ആണ്. ഓക്കെ. അപ്പം ഇപ്പം അനിയനും ഇപ്പം ചേട്ടനെ സംബന്ധിച്ചാണെങ്കിൽ ചേട്ടൻ ഇപ്പം റെസിഡൻഷ്യലാണ്. അപ്പം അതുപോലെ തന്നെ ഇവന് ഇപ്പം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചേർന്നു. അപ്പം ഇവൻ തന്നെ നേരിട്ട് പറഞ്ഞാണോ എനിക്കിങ്ങനെ ബ്ലെൻഡിൽ പോകണം അങ്ങനെ? അതോ മാം തന്നെ ഒരു അതിനെക്കുറിച്ച് വലിയ അറിവില്ലല്ലോ. മൂത്ത മോനാണ് അവിടെ ചാവറ വന്നു കഴിഞ്ഞപ്പം മോൻ പറഞ്ഞു, അന്ന് ഇവൻ 5ാം ക്ലാസ്സിലായിരുന്നല്ലോ. അപ്പോൾ അവനാണ് പറഞ്ഞത്, അമ്മ ഇവിടെ പിള്ളേരെല്ലാം 5ാം ക്ലാസ് മുതലൊക്കെ ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, അമ്മ ഒന്ന് അന്വേഷിക്കണേ അതെങ്ങനെയാണെന്ന്, അവനെ കയറ്റി വിടണം. ഇവിടെ വന്നപ്പോഴത്തേനും എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റു കുട്ടികൾക്കൊക്കെ അത് പഠിച്ച് വന്നവർക്കെന്ന് വെച്ചാൽ അവർക്ക് വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ. എന്ന് വെച്ചാൽ ഓരോ പെർസെൻറ്റേജിൽ കയറി വന്ന പിള്ളേർ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് അവനുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഒപ്പം മാർക്ക് മേടിച്ച് വന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ അവിടെ ക്ലാസ്സിന് കയറുമ്പം ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട് എന്നാണ് മോൻ പറഞ്ഞത്. പിന്നെ ഇവൻ്റെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടിയിട്ട് 5ാം ക്ലാസ്സിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്കും അത് മനസ്സിലായി. കാരണം 5ലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റ് തന്നെ അത്യാവശ്യം നല്ല പോർഷൻസ് കവർ ചെയ്ത് തന്നെ ആകുമ്പം ഏതാണ്ട് അത്ര അഡ്വാൻസ്ഡ് ലെവലിലായിരിക്കുമെന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഷുവറായി. പക്ഷേ അവനത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവന് ഇത് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്, ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കമ്പൽ ചെയ്യേണ്ട, അല്ലെ അടുത്ത വർഷം അങ്ങ് നിർത്താം എന്ന ചിന്തയായിരുന്നു. പക്ഷേ അവനൊരു ബുദ്ധിമുട്ടില്ലെന്ന് തന്നെയല്ല, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അത് നീങ്ങുന്നുണ്ട്. പഠിത്തമല്ലാതെ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ബാക്കി അവിടെ നമ്മൾ വാട്ടേഴ്സ് ലാൻഡിന് ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, കളിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ കരോട്ട ബ്ലാക്ക് ബെൽറ്റിൽ എത്താറായി, ഇപ്പോൾ ഈ ഡിസംബർ ബ്ലാക്കിന് ഇറങ്ങും. പിന്നെ ചെസ്സ് അത്യാവശ്യം നന്നായിട്ട് രണ്ടുപേരും, മൂത്ത മോനും നന്നായിട്ട് കളിക്കും, ഇവനും കളിക്കും. വലിയ ആഗ്രഹമൊക്കെ പറയാനുണ്ടോ, ഇന്ന ആയി തീരണം എന്ന് വല്ലതും പറയാറുണ്ടോ ഇപ്പോഴേ? കണക്കെടുത്ത് IITക്ക് ചേരണമെന്നുള്ളതാണ് താല്പര്യം. അപ്പോൾ ആദ്യം കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണല്ലേ? ബ്ലാക്ക് ബെൽറ്റ് ആവുന്നില്ല. അപ്പം എങ്ങനെയുണ്ട്, സ്കൂളിലൊക്കെ പറഞ്ഞോ ബ്ലാക്ക് ബെൽറ്റ് ആകാൻ പോവാന്നൊക്കെ? എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഡിസംബർ ഈ ബ്ലാക്കിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിൽ ഓൾറെഡി കരാട്ടെ ഉണ്ട്, പക്ഷെ ഞാൻ അവിടുത്തെ യോഗയിലാണ് അവിടെ പോകുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മേരി മാത പബ്ലിക് സ്കൂൾ, പത്തനംതിട്ട അല്ലേ? ഓക്കെ. അപ്പം സ്കൂളിൽ പോയി പറഞ്ഞോ ഈ ഒരു നമ്മുടെ ഒരു ബ്രില്യൻറ്റ് വരുന്നുണ്ട്, ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അപ്പം കൂട്ടുകാരൊക്കെ പറഞ്ഞോ അവരോടൊക്കെ? അവരൊക്കെ എന്ത് പറഞ്ഞു? ശരി എന്നൊക്കെ പറഞ്ഞു. അവർക്കും പോകണമെന്ന് താല്പര്യം. ഓക്കെ. ചെസ് ഇഷ്ടമാണല്ലേ? ഓക്കെ. എൻ്റെ ചേട്ടൻ ജില്ലയിൽ പോയി കളിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇവിടെ വന്ന് എങ്ങനെ എക്സാം ഒക്കെ എഴുതിയിട്ട് ഏതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ടോപ്പിക്? സബ്ജക്റ്റ് ഏതാ? സബ്ജക്റ്റ് ബയോളജിയും കെമിസ്ട്രി. അതല്ലേ ടഫ് ആയിട്ടുള്ളൂ?
മാത്സ് മാത്സ് എനിക്ക് ഏറ്റവും അറിയാവുന്ന സബ്ജക്റ്റാണ്, പക്ഷെ എന്നാലും അതിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ഒരു ചെറിയ ഇതുള്ളൂ. എന്നാലും ഫിസിക്സ് ഒക്കെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് കൊണ്ട് തന്നെ ബയോളജിയും കെമിസ്ട്രി നല്ലോണം പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബുക്ക് നല്ലോണം ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ സാർമാർ പഠിപ്പിക്കുമ്പോൾ നല്ല ഡീപ്പായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈസി സ്കൂളും ഈസിയാണ്. ബ്രില്യൻറ്റിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പം ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇല്ല, ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനത്തെ സബ്ജക്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റ് പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം ഇവിടുന്ന് തന്നെ നമുക്ക് കോപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലേ? സയൻസ് മാത്സ് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. സ്കൂളിൽ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. ഓക്കെ, ചേട്ടൻ എന്ത് പറഞ്ഞു ഇവിടെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ? ചേട്ടൻ ഇപ്പം പാല ചവറയല്ലേ പഠിക്കുന്നത്? അമ്മ പറഞ്ഞോണ്ട് തന്നെ ചേട്ടനോടൊപ്പം ചേട്ടന് വലിയ ഡിഫറൻസ് തോന്നി. അവിടുത്തെ പിള്ളേരും ചേട്ടനും തമ്മിലുള്ള ഡിഫറൻസ് തോന്നി വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വരുമ്പം അപ്പം അന്നൊരു ദിവസം അമ്മയെ വിളിച്ചപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ് എന്നെ വിടണം എന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ സ്ക്രീൻ ടെസ്റ്റിന് പോകുന്നത്. ഓഫ്ലൈനായിട്ട് വന്നെഴുതുമായിരുന്നു. ഇവിടെ വന്ന് എഴുതുമായിരുന്നു. ആദ്യത്തെ 2 പരീക്ഷയ്ക്ക് ഒരെണ്ണത്തിന് 10,000 രൂപ, രണ്ടാമത്തേന് 10,000 രൂപ സ്കോളർഷിപ്പ് കിട്ടി. ആദ്യത്തതിന് 51ാമത്തെ റാങ്ക് ആയിരുന്നു. 50,000 10,000 കിട്ടിയത്. എന്നിട്ട് 3ാം തവണ എഴുതിയപ്പം ഫുൾ ഫ്രീ ആയിരുന്നു. 6ാം സ്ഥാനം കിട്ടി. ഓക്കെ, അപ്പോൾ അതെല്ലാം എഴുതി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഓൺലൈൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അപ്പോൾ നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ ഇങ്ങനെ പോകുന്നു. സ്കൂളിലാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പം അമ്മയൊക്കെ എന്ത് പറയുന്നു ഇപ്പം? അമ്മയ്ക്ക് സന്തോഷമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങോട്ടായിട്ട് നോക്കേണ്ട കാര്യമില്ല. പിന്നെ എല്ലാത്തിനും അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ഈ രാവിലെ എണീറ്റിട്ട് ക്ലാസ് കേൾക്കാം. എപ്പോഴാണെങ്കിലും ക്ലാസ് കേൾക്കാം. റെക്കോർഡഡ് ആയുണ്ട്. ബ്രില്യൻറ്റ് നല്ലോണം സഹായിക്കുന്നുണ്ട്. എപ്പോഴാണ് ക്ലാസ് കാണുന്നത്? എപ്പോഴാണ്? രാവിലെ. അല്ലെങ്കിൽ രാത്രിയും കാണും. രാത്രി ഫുള്ളും കാണാണ്ട് കഴിയാൻ പറ്റത്തില്ലല്ലോ. അപ്പം രാത്രി ഒന്ന് സ്കൂളിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ രാവിലെ ഇവിടുത്തെ ക്ലാസ് കാണും. അങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് ആണോ പഠിച്ചു പോകുന്നത്? ആണ്. ഓക്കെ, അത് മോൻ തന്നെ ഉണ്ടാക്കിയ ടൈം ടേബിൾ ആണോ അതോ? അല്ല, ഞാൻ ചിലത് ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലത് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് നല്ലോണം ഹെൽപ്ഫുൾ ആണല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ മോഡൽ എക്സാമും ഇവിടെ തന്നെയല്ലേ വന്ന് എഴുതുന്നത്? അപ്പോൾ ആദ്യമായിട്ടല്ല വരുന്നത്. അപ്പം കുറേ തവണയായിട്ട് ഇവിടെ വന്ന് എല്ലാ എക്സാമും മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട്. ഓക്കെ, മോഡൽ എക്സാം എല്ലാം ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എക്സാം വീട്ടിൽ തന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദൂരെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ പാടാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന് കുറച്ച് പനിയുണ്ടെന്നോ അല്ലേ? പനിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. എന്നെ വന്നപ്പോഴേ എന്നോട് പറഞ്ഞിങ്ങനെ അങ്ങനെ പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പം അതൊന്നും പ്രശ്നമല്ലായിരുന്നു. ഇവിടെ വന്ന് എക്സാം അറ്റൻഡ് ചെയ്യുകയായിരുന്നു ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം അല്ലേ? അപ്പം പനിയൊന്നും പ്രശ്നമല്ലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അതിനെ ഇപ്പം ആദ്യമായിട്ട് നമ്മളിവിടെ ഓഫ്ലൈനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തപ്പം ആദ്യം ഓൺലൈനായിരുന്നല്ലോ മോൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് എഴുതിയപ്പം ഇത്രയും പിള്ളേരുടെ ഇടയിൽ വന്നിരുന്ന് എഴുതിയപ്പം ആ ഒരു ബബിൾ ചെയ്തൊക്കെ അല്ലേ ചെയ്യണ്ടേ? അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ചെയ്തപ്പം? ബുദ്ധിമുട്ടുണ്ടായിരുന്നു? സ്ക്രീൻ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് എക്സാം ഇവിടെ വന്ന് എഴുതിയപ്പോൾ ഭയങ്കര പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ ചെയ്യാൻ എനിക്ക് ആദ്യത്തെ ബബിൾ ചെയ്യാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. പിന്നെ ബബിൾ ചെയ്യുമ്പം പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ബബിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരി തെറ്റി. പിന്നെ അങ്ങനെ എഴുതി വീട്ടിലും പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ആയപ്പോഴത്തേക്കും ഈസിയായി. പക്ഷേ വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റി ചെയ്യാം. പക്ഷേ എന്നാലും അത് പഠിക്കുന്നതിലൊരു ഗുണമുണ്ട്. ഇ ലേണിംഗ് ആപ്പിൽ ഞാൻ ഇപ്പോൾ ഏകദേശം പഠിപ്പിച്ച പോർഷൻ്റെ എല്ലാത്തിൻ്റെയും കഴിഞ്ഞു. ഇനി അടുത്ത മോഡൽ എക്സാമിൻ്റെ പരീക്ഷയും കൂടെ എഴുതാനുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും പരീക്ഷ എഴുതി കഴിഞ്ഞു. മഞ്ജു ടീച്ചർ. ടീച്ചറിനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർ നല്ല ഫ്രണ്ട്ലിയാണ്. ടീച്ചർ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലേ? അപ്പം അതുപോലെ തന്നെ മോൻ എന്തായി തീരണമെന്നാണ് ആഗ്രഹം? ഒരു ഡ്രീം കാണുമല്ലോ. എൻ്റെ ഡ്രീം എന്ന് പറയുമ്പം IT-യിൽ ഒന്നുകിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്സ് എടുത്തിട്ട് എഞ്ചിനീയറിങ്ങിന് ചേരാനാണ്. അപ്പോൾ ഇപ്പോഴേ അങ്ങ് പഠിച്ച് പോവാണല്ലേ? ആ ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് രീതിയിൽ പഠിച്ചു പോകാനാണ് ആഗ്രഹം അല്ലേ? ഓക്കെ, എന്തായാലും ആദ്യം ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു IIT-യിൽ നോക്കുന്നത്. ഓക്കെ, നല്ലൊരു അഡ്മിഷൻ കിട്ടി ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് മുമ്പോട്ട് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്നൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.